ഡൽഹിയിലെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും അഴിമതിരാഹിത്യത്തിൻ്റെയും ഒക്കെ പുതുമണവാളൻ്റെ ശബ്ദം ഒന്ന് ക്ഷയിച്ചപ്പോൾ അങ്ങ് പശ്ചിമബംഗാളിൽ നിന്ന് ഒരു തൃണമൂലിയുടെ അലർച്ചയും ഒച്ചയും കേൾക്കാം. അവിടെ അലറി വിളിക്കുകയാണ്. സത്യത്തിൽ ഇന്ന് കേന്ദ്രത്തിൽ NDA ഭരണം തുടരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അവർ മാത്രമാണ്. പക്ഷേ വികാരജീവികളായ ഒരുപാട് വിലയിരുത്തൽക്കാർക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും മോശമാവുമ്പോൾ ഇതുപോലെയുള്ള ഈ പറയുന്ന ഭിന്നിപ്പിക്കലിൻ്റെ അതുപോലെ തകർക്കലിൻ്റെ ചില ഗൂഢനീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ തിരിച്ചറിയാതെ പോകുന്നു. ഇനിയിപ്പോൾ മമതാക്കയുടെ തൃണമൂലി നിലവിളി ഉറക്കെ കേൾക്കുന്നുണ്ട്. അങ്ങ് കാശ്മീരിൽ ഒരു ഉമർ അബ്ദുള്ളയും അങ്ങ് പണിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും പണിയാനിഷ്ടം കോൺഗ്രസിൻ്റെ മേലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ കയ്യിൽ ഇപ്പോൾ അധികാരമില്ലെന്ന് മാത്രമല്ല, അവരുടെ പുറത്തിട്ടടിക്കുമ്പോൾ അധികാരമുള്ളവർക്ക് ഒരു സന്തോഷവും തണലും കിട്ടും. തണലൊരു പ്രധാനമാണല്ലോ, പ്രത്യേകിച്ച് തണലെ തൊളിപ്പിച്ചു വെക്കാൻ ചിലതൊക്കെ ഉള്ളപ്പോൾ. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കെജ്രിവാൾ താഴെ വീണപ്പോൾ തെറിവിളി മുഴുവൻ കോൺഗ്രസിനാണ്, പ്രിയങ്ക ഗാന്ധിക്കാണ്, രാഹുൽ ഗാന്ധിക്കാണ്. എല്ലാവരും നിലവിളിയാണ്. ഭയങ്കരമായ തെറിയാണ്. ഒരുമിച്ചായിരുന്നെങ്കിൽ, കീഴടങ്ങിയായിരുന്നെങ്കിൽ, മത്സരിക്കാതിരുന്നെങ്കിൽ. കോൺഗ്രസ് അവിടെ എത്രയോ കാലം ഭരിച്ചിരുന്നതാണ്. നാളിതുവരെ ഭരിക്കാത്തവർ പോലും സ്വന്തം സ്ഥാനാർത്ഥിയെ ഇട്ട് വിരലിലെണ്ണാവുന്ന വോട്ട് പിടിച്ച് തങ്ങൾക്ക് മത്സരിക്കണമെന്നും പറഞ്ഞ് കാണിച്ചതൊന്നും ഇപ്പോൾ ചർച്ചയിലില്ല. കോൺഗ്രസ്സാണ് ഡൽഹിയെ തകർത്തത്. എന്നാൽ കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന പഞ്ചാബും കോൺഗ്രസ് ജയിക്കേണ്ടിയിരുന്ന ഹരിയാനയിലും ബീഹാറിലും ഒക്കെ പോയി വലിയ സ്ഥാനാർത്ഥിയെ ഇറക്കി രാജ്യത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി ഇറങ്ങിയ, അതിനു മുമ്പേ അണ്ണാ ഹസാരയുടെ മടിത്തട്ടിൽ ചേർന്നിരുന്ന് ഒപ്പനപ്പാട്ട് പാടി സംഘഗാനം ആലപിച്ച് ഒരു ജനാധിപത്യ സർക്കാരിനെ തള്ളിയിട്ട് അതിൻ്റെ കഷ്ണമെടുത്തുകൊണ്ട് ഓടിയ കെജ്രിവാളിനോട് അത്രയും പരിഭവമില്ല. പാഠം പഠിപ്പിക്കുന്നത് മൊത്തം കോൺഗ്രസിനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, ഒരു കുടുംബത്തിൽ 5 മക്കൾ, അതിൽ 4 മക്കളും വലിയ കുഴപ്പക്കാരാണ്. അതിൽ 4 മക്കളും വലിയ അഹങ്കാരികളും, ഒരുത്തൻ മര്യാദക്കാരനുമാണ്. ഈ അഹങ്കാരികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിലും എല്ലാവർക്കും ഉപദേശിക്കാൻ ഇഷ്ടം മര്യാദക്കാരനെയാണ്. മറ്റവരോട് പറഞ്ഞാൽ വിവരം അറിയും, മര്യാദക്കാരനാവുമ്പോൾ കേട്ടോണ്ട് നിൽക്കും. അതുപോലെ എനിക്ക് തോന്നും ഈ കോൺഗ്രസിൻ്റെ പുറത്തിട്ട് ഇവരെല്ലാം അടിക്കുന്നത് കാണുമ്പോൾ. കാശ്മീരിൽ ഒരു ഉമർ അബ്ദുള്ള ഉണ്ടായിരുന്നു, വെള്ളം കൂടി ഇല്ലാതെ നടന്നതാണ്. ഭാരത് ജോഡോയുമൊക്കെയായി രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് ഒരു മേൽവിലാസമൊക്കെയായി ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം പുള്ളി അങ്ങ് ശരിയാക്കുകയാണ് കോൺഗ്രസിനെ. പുള്ളിക്ക് ഇന്ത്യ മുന്നണി ശരിയാവുന്നില്ലെന്നാണ് പറയുന്നത്. NDA മുന്നണിക്ക് കുഴപ്പമില്ല, ഇന്ത്യ മുന്നണി ഒട്ടും ശരിയാവുന്നില്ല. അങ്ങനെ പറയും തോറും അതിയാന് ഒരു തണൽ കിട്ടും, ഒരു ലാഭം കിട്ടും, ഒരു തുടർച്ച കിട്ടും, കച്ചവടം പൊടിപൊടിക്കാം. അങ്ങനെ ഒരുപാട് ഗുണമുണ്ട്. അതുപോലൊരാളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തൃണമൂലി അലർന്നത്. സാക്ഷാൽ മമതാ ബാനർജി സിംഹിയാണ്, സിംഹി. അതുപോലെ അലറുകയാണ്. അത് കേട്ടോരുത്തരൊക്കെ ആവേശം കൊള്ളുന്നുണ്ട്. അവരും പറയുന്നത് കോൺഗ്രസുമായി സഖ്യം ചേരില്ല, ഒറ്റയ്ക്ക് മത്സരിക്കും, അവിടെ പിടിച്ചെടുക്കും, കോൺഗ്രസ് ഇവിടെ ചെയ്തത് ശരിയായില്ല എന്നൊക്കെയാണ്. നിങ്ങൾക്കറിയോ, യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ചെയർമാനായി എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനും എല്ലാവർക്കും താല്പര്യമായിരുന്നു നിതീഷ് കുമാറിനെ തീരുമാനിച്ചു പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ടുമുന്നേ ഘടകം മറിഞ്ഞ് കലാപമുണ്ടാക്കിയത് ഇതേ തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിയാണ്. അവർക്ക് വേണ്ടിയാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അതോടുകൂടിയാണ് അദ്ദേഹം NDA മുന്നണിയിൽ പോയത്. ഇല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായേനെ. ഒരുപക്ഷെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചിത്രവും മറ്റൊന്നായേനെ. എന്നിട്ട് അവർ ചെയ്തത് എന്താ? അവസാനം അവർ മുന്നണിയിൽ ചേർന്നില്ല. അവർ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞ് പുറത്തു നിന്നു. എന്നിട്ട് അഭ്യാസങ്ങൾ കാണിച്ചു. അതുകൊണ്ട് ഈ അഭ്യാസങ്ങളെല്ലാം ആത്യന്തികമായി അല്പനാളെ നിലനിൽക്കൂ. മമതാ ബാനർജിക്ക് സംശയമുണ്ടെങ്കിൽ കെജ്രിവാളിനെ അവിടെ വിളിച്ച് ഒരു ചർച്ച നടത്തി ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇത്തരം ചേരിയിൽ ഉറച്ചു നിന്ന് വർത്തമാനം പറയുകയും ആണത്തം കാണിക്കുകയും ചെയ്യുന്ന സ്റ്റാലിനെ പോലുള്ളവരുമുണ്ട് എന്ന് പറയാതെ വയ്യ.